നമസ്കാരം. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 15 സീറ്റ് നേടും. ഇത് രാജീവ് ചന്ദ്രശേഖറിന്റെ വെറും വാഗ്ദാനമോ? അല്ല, ഒരിക്കലുമല്ല. BJPക്ക് വോട്ടുകൾ ചോരുന്ന തീരദേശ മേഖലകളിൽ പോലും വോട്ട് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അദ്ദേഹം മിടുമിടുക്കൻ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വാക്ചാതുര്യത്തിലൂടെ പിടിച്ചു നിൽക്കാമെന്ന് കരുതി വെറും കൈയോടെ പോയ BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളെ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര നേതൃത്വത്തെ കാണാൻ പോയത് ഫുൾ പാക്ഡ് പ്രസന്റേഷനും വാക്ചാതുര്യവും ഒരുമിച്ച് വന്നാൽ എങ്ങനെയിരിക്കും? കേന്ദ്രം പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ വഴുതി വീണു എന്ന് പറയുന്നതായിരിക്കും നേര്. യഥാർത്ഥത്തിൽ ആരാണ് രാജീവ് ചന്ദ്രശേഖർ? എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ MK ചന്ദ്രശേഖറിന്റെയും വല്ലി ചന്ദ്രശേഖറിന്റെയും മകനായി 1964 അഹമ്മദാബാദിലാണ് രാജീവിന്റെ ജനനം. ബിസിനസ്സുകാരനായി തിളങ്ങിയത് ബംഗളൂരുവിൽ. കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കർമ്മമണ്ഡലം പൂർണ്ണമായി മാറുമ്പോൾ പാലക്കാട്ടെ കൊണ്ടിയൂരിലുള്ള കുടുംബമാണ് കേരളത്തിലെ തായ്വേര്. വയർലെസ് ഫോൺ സ്വപ്നമായിരുന്ന കാലത്ത് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി. 1994 ഇന്ത്യൻ മാർക്കറ്റിൽ BPLലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയിൽ ആണിക്കല്ലായി. 2005 ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് ലോകം വലുതാക്കി. രാജ്യമറിയുന്ന ബിസിനസ്സുകാരന്റെ രാഷ്ട്രീയ പ്രവേശനവും വളർച്ചയും പെട്ടെന്നായിരുന്നു. 2006 മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി 3 തവണ രാജ്യസഭയിലെത്തി. 2021 കേന്ദ്ര സഹമന്ത്രി, കേരള NDAയുടെ വൈസ് ചെയർമാനായിരുന്നു രാജീവ്. സംഘപരിവാർ പശ്ചാത്തലമില്ലാത്ത പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യത്തെ BJP നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ഗ്രൂപ്പ് പോരിൽ തണ്ടൊടിഞ്ഞ കേരള BJPയിൽ രാജീവിന്റെ വരവ് കൂടുതൽ രാജീവം വിടർത്തുമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്കൂളുകളിലും പഠനം നടത്തുകയും മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുകയും ചെയ്തു. 1988 ചിക്കാഗോയിലെ ഇല്ലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് പ്രോഗ്രാമും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ഇന്റൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് വിവിധ ടെക്നോളജി പ്രോഗ്രാമുകളും അദ്ദേഹം പൂർത്തിയാക്കി. വിശ്വേശ്വര ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം നേടുന്നതിലൂടെ അദ്ദേഹത്തിന്റെ അക്കാഡമിക് യാത്ര അവസാനിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 2006 ബംഗളൂരു നഗരത്തെ പ്രതിനിധീകരിച്ച് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കർണാടക അംഗം, ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി അംഗം, പാർലമെന്ററി ഫോറം ഓഫ് യൂത്ത് അംഗം, നഗരവികസന മന്ത്രാലയത്തിനായുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം, അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2008 ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, 2009 വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ സഹ അധ്യക്ഷൻ, ബാംഗ്ലൂർ അർബൻ ജില്ലാ അംഗം, ധനകാര്യ മന്ത്രാലയത്തിനുള്ള കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം, 2010 ഇൻഫർമേഷൻ ടെക്നോളജി കമ്മിറ്റി അംഗം, യുവജനങ്ങൾക്കുള്ള പാർലമെന്ററി ഫോറം അംഗം, 2012 UNHRC അംഗം, ധനകാര്യ സമിതി അംഗം, നഗരവികസന സമിതി അംഗം, 2013 പൗരന്മാർക്ക് പാർലമെന്റിൽ നേരിട്ട് അവരുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്നതിനായി ഒരു ഓൺലൈൻ ക്യാമ്പയിനായ അടക ആരംഭിച്ചു. 2013-14 കാലഘട്ടങ്ങളിൽ സായുധ സേനയുടെ വോട്ടവകാശത്തിനുള്ള രാജീവിന്റെ പോരാട്ടം സുപ്രീം കോടതി സായുധ സേനയ്ക്ക് വോട്ടവകാശം നൽകിയതോടെ വിജയം കണ്ടു. നാഷണൽ കേഡറ്റ് കോർപ്സിനായുള്ള കേന്ദ്ര ഉപദേശക സമിതി അംഗം, ഇൻഷുറൻസ് നിയമങ്ങൾ ബില്ലിനെ കുറിച്ചുള്ള രാജ്യസഭയുടെ സെലക്ടീവ് കമ്മിറ്റി അംഗം എന്നിങ്ങനെ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2015 ഇന്റർനെറ്റിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും സംസാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള രാജീവിന്റെ പോരാട്ടം സുപ്രീം കോടതി ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ആക്ടിലെ ആർട്ടിക്കിൾ 66A റദ്ദാക്കാൻ കാരണമായി. പ്രായപൂർത്തിയാകാത്തവർക്ക് മദ്യം വിളമ്പുന്ന ഔട്ട്ലെറ്റുകൾക്കെതിരെ നടപടിയെടുക്കാൻ രാജീവിന്റെ ഇടപെടലിലൂടെ സാധിച്ചു. വൺ റാങ്ക് വൺ പെൻഷൻ. 2006 മുതൽ രാജീവ് നിരന്തരം പോരാടിയ ഒരു പ്രശ്നത്തെ പ്രതിരോധ മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു റോഡ് മാപ്പ് ആവശ്യപ്പെടുകയും നമ്മുടെ കുട്ടികളെ സുരക്ഷിതമാക്കാനുള്ള ദേശീയ സഖ്യം രൂപീകരിക്കുകയും ചെയ്യുന്നു. 2018 കർണാടകയെ പ്രതിനിധീകരിച്ച് BJP രാജ്യസഭാ MPയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി അംഗം, ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെയും കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയത്തിന്റെയും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗം എന്നിങ്ങനെ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു. 2020 BJP ദേശീയ വക്താവ്, കൺവീനർ സ്ഥാനം. 2021 പുതുച്ചേരി ഇലക്ഷൻ കോ-ഇൻചാർജായി നിയമിതനായി അദ്ദേഹം. നൈപുണ്യ വികസനത്തിനും സംരംഭകത്വത്തിനും വേണ്ടിയുള്ള സഹമന്ത്രിയും ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് ഘട അംഗവുമായി.
2024 തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഡോക്ടർ ശശി തരൂരിനെതിരെ മത്സരിച്ചു. പരാജയപ്പെട്ടെങ്കിലും ഒരുപാട് വോട്ടുകൾ വാരിക്കൂട്ടുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള ഒരാളെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ BJP കേരളത്തിൽ വളരുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.